നമസ്കാരം, ഞാൻ സുമേഷ് ആതംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ നാടിനെ ഇനിയും പ്രോസ്പറസ് ആക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ യൂത്തിനെ, അടുത്ത തലമുറയെ, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന തലമുറ യൂത്തിനെ എങ്ങനെ പ്രോസ്പറസ് ആക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വീഡിയോൻ്റെ ചെയിൻ ഓഫ് വീഡിയോസ് അല്ലേ നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തായിരുന്നു, ഞാൻ അതായത് എവിടെ നിന്ന് വന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു ട്വിസ്റ്റ്, ഒരു കുറച്ചും കൂടി വർക്കിംഗ് ബിസിനസ് മോഡൽസ്, ഓണ്ടർപ്രണറോ ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഓരോ ആളുകൾക്കും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ കാണുന്ന ചെറിയ ഓപ്പർച്യൂണിറ്റികളിനെ നമുക്കൊക്കെ അറിയാം. മൈക്രോസോഫ്റ്റ് എന്താണ്, വളരെ ചെറിയ ഒരു ഓഫീസ് കാര്യങ്ങളിനെ ഒരു പേജിലേക്ക് ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സാധനമായിരുന്നു അതിൻ്റെ തുടക്കം. എന്തായിരുന്നു ആമസോൺ? ചെറിയൊരു ബുക്ക് സ്റ്റോറിന്ന് ചെറിയൊരു ബുക്കുകൾ വിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കുക, അവർ ശ്രദ്ധിച്ച് അവരുടെ ബുക്ക് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ആമസോൺ. ഫ്ലിപ്കാർട്ട് എന്താണ്, അതേപോലെ തന്നെ മറ്റേ ഫേസ്ബുക്ക് എന്താണ്, അവർ ഒന്നോ രണ്ടോ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. അതാണ് ഇന്ന് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ ബിസിനസ് കോൺക്ലോമേറ്റ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ കുട്ടികളും ഷാർപ്പായിട്ടുള്ള വലിയ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ കുട്ടികൾ, ആ ഡ്രീം ചെയ്യാനും അതിനെ ഡീകോഡ് ചെയ്യാനും അതിന് കഴിവുള്ള കുട്ടികൾ. പക്ഷേ ബ്രാൻഡുകൾ മുഴുവൻ, എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഗ്ലോബൽ ബ്രാൻഡുകൾ കൂടെ ഇന്ത്യയിൽ നിന്നാണോ ചോദിച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഉയരാൻ കഴിയും. അതിന് അണ്ണാരക്കണ്ണിൽ തന്നാലായ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡിയകൾ ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുമോ, അതിനെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റുമോ, ബിസിനസ് ആക്കി നമുക്ക് തന്നെ ടീമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, പറ്റാവുന്ന പോലെ ചെയ്യാൻ. ഇപ്പോൾ നേരത്തെ പോലെ മൈക്രോസോഫ്റ്റ് ചെയ്തത് കൊണ്ട് തീർന്നില്ല, ഗൂഗിൾ ചെയ്തപ്പോൾ തീർന്നില്ല, ഓല ചെയ്തപ്പോൾ തീർന്നില്ല, ഊബർ ചെയ്തപ്പോൾ തീർന്നില്ല. ബിക്കോസ് വേൾഡ് ഈസ് സോ, അത്രയും ഓപ്പർച്യൂണിറ്റികൾ കൂടുതൽ, ഓപ്പർച്യൂണിറ്റി അല്ല ചലഞ്ചസ് കൂടുതലാണ്. ബിക്കോസ് ഇനിയും രാവിലെ ഇവിടെ നിന്ന് ന്യൂയോർക്കിൽ പോയി വൈകുന്നേരം നമ്മൾ ജോലി തിരിച്ചു വരേണ്ട ലെവലിലേക്കുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റേ വീനസിലോ മാർസിലോ പോയിട്ട് അവിടെ സ്ഥലം വാങ്ങി അവിടെ വീട് കെട്ടി തിരിച്ചു വരേണ്ടതായിട്ടും, അല്ലെങ്കിൽ മൂണിൽ പോയിട്ട് സ്ഥലം വാങ്ങി, അങ്ങനെയാണ് ഇവിടുത്തെ സ്കോപ്പും അടുത്ത തലമുറയും ഇപ്പൊ ടെക്സ്റ്റിലേക്ക് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അതുവരെയുള്ള ഹോപ്പുകളുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ നാട്ടിൽ നമ്മുടെ കുട്ടികളെയും അത്തരത്തിൽ ചിന്തിപ്പിക്കാനും ആ ടെക്നോളജിയുടെ ഏറ്റവും മോൾ ഭാഗത്തേക്ക്, അതിന്റെ ക്രിയേഷൻ ഭാഗത്തേക്ക്, അതിന്റെ പ്രൊഡക്ടിവിറ്റി ഭാഗത്തേക്ക് നമ്മുടെ യൂത്തിനെയും നമ്മുടെ തലമുറയും നമ്മുടെ അവിടുത്തെ നാട്ടുകാരനെയും ഒക്കെ എത്തിക്കാൻ അണ്ണാരെ കണ്ട് തന്നാലായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കും. അതിലിപ്പോൾ ഞങ്ങളുടെ ടീം പറഞ്ഞു ഒരു ചെറിയ കർഷക കുടുംബം കോങ്ങാടുന്ന് ചാത്തംകുളം എന്ന് പറയുന്ന ഒരു വാർഡിന്ന് ചെറുതായിട്ട് ചെയ്ത് ഒരു മരക്കച്ചവടത്തിൽ കൂടെ കയറി വന്നു. അതിനുശേഷം കുറച്ച് ഓർഗനൈസ്ഡ് അല്ലാതെ പെട്രോളിയം ഫീൽഡിലുണ്ടായിരുന്നു കുറച്ച്, അത് കഴിഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്ക് കുറച്ച് വന്നു. ആ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലെ സത്യം പറഞ്ഞാൽ അതിലെ 99% കമ്മീഷൻസ്, കളവ്, ചതി, വഞ്ചന, ഇത് കണ്ട് മടുത്തിന് ഒരാൾ വീട് കെട്ടാൻ പോയാൽ ആ വീട് കെട്ടുന്ന ആൾക്ക് പെയിന്റ് വാങ്ങാൻ പോയി കമ്മീഷൻ, ടൈല് വാങ്ങാൻ പോയി കമ്മീഷൻ, വയർ വാങ്ങാൻ പോയി കമ്മീഷൻ, പൈപ്പ് വാങ്ങാൻ പോയി കമ്മീഷൻ, ഇങ്ങനെയല്ല, എല്ലാം സ്റ്റാർട്ട് ടു എൻഡ് അൺഓതറൈസ്ഡ് കമ്മീഷൻസ്. ഒരു ക്ലാരിറ്റിയും ഇല്ലായ്മയാണ് ഇവിടെ 99% കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ അത് കണ്ട് അതിന്റെ ആ ചലഞ്ചിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഒരു CT ബിൽഡേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തുനിന്നും ചെയ്യരുത്, ഇങ്ങനെയൊന്നുമല്ല, ഈ ഗ്യാപ്പ് നിങ്ങൾ അടയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ആൾക്കാർ ഇല്ലാണ്ടാക്കും. സത്യമാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇത് നിങ്ങളുടെ ആപ്പും ഗ്രൂപ്പും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ അപ്രഖ്യാപിതമായിട്ടുള്ള ഈ കമ്മീഷൻസും ഈ ഉഡായിപ്പും ഈ കള്ളപ്പണവും ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്ന് ഇറാഡിക്കേറ്റ് ആവണോ അന്നേ നമ്മുടെ രാജ്യം പുറത്ത് യൂറോപ്പിലേക്ക് പോകണം, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മക്കള് യൂറോപ്പിലേക്ക് പോകണം, അമേരിക്കയിൽ പോണതിന് കാരണം ഇതാണ്. ഇവിടെ ഉടായ്പ നടക്കുന്നത് കൂടുതലും. അപ്പൊ ഈ ഉടായ്പ, ഈ നമ്പർ 2, ഇത്തരത്തിലുള്ള കമ്മീഷൻസ്, ഈ കൈക്കൂലി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് നിർത്തുന്നോ അന്നേ നമ്മുടെ നാട് പൂർണ്ണമായിട്ട് ആ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് പോലെ ആയിട്ട് നമ്മുടെ മക്കളും കുട്ടികളും അടുത്ത തലമുറയൊക്കെ ഇവിടെ നിൽക്കാനും അവിടുത്തെ ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ വേണ്ടി വിസ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുള്ളൂ. റൈറ്റ്? അപ്പൊ അതിലേക്ക് എത്തിക്കാൻ അണ്ണാരെ കണ്ണിൽ തന്നാലായ പണി നമ്മൾ ചെയ്യാം. അപ്പൊ അതില് ഞങ്ങള് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ബിക്കോസ് ഏത് രാജ്യത്തും ഫുഡ് നമുക്ക് ചില ഡൊമൈനിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, നമുക്ക് അറിയണല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഫുഡ്, ക്ലോത്തിങ്, പിന്നെ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് സ്പേസ് ആവാം, അല്ലെങ്കിൽ ഹോം സ്പേസ് ആവാം. കൺസ്ട്രക്ഷൻ, ആ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിന്റെ അകത്ത് നടക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള 99% നടക്കുന്ന കളവ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, സീറോ ആക്കാൻ. ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ CT ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ, ഒരു പൈസന്റെ കറപ്ഷനോ ഈ കമ്മീഷനോ ഈ ചായ വാങ്ങി കുടിക്കുക, വട വാങ്ങി കുടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അണ്ടർലൈൻഡ്. അത് ഞങ്ങൾ 5-6 കൊല്ലം കൊണ്ട്, കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നത്. ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഞങ്ങൾ 0 ആക്കി ഞങ്ങൾ കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്.
100 വീടുകൾ അറ്റ് എ ടൈം ചെയ്തുകൊണ്ട് ചെറുതാണ്, ചെറിയ പോർഷൻ പാർക്കാണ്. അത് വലിയ രീതിയിൽ സ്കെയിൽ ചെയ്യാനുള്ള മോഡലിലാണ് നിൽക്കുന്നത്. സ്കെയിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു, റൈറ്റ്? അതാണ് ഞങ്ങളെ കൊണ്ട് നേരിട്ട് പറ്റുന്ന സാധനം, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2, ഏത് ബിസിനസ്സിനെയും സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ SOP ഉണ്ടാക്കാൻ, ഒപ്പം അതേ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഏത് കാര്യത്തിൽ STP സ്റ്റാൻഡേർഡ് ടെക്നിക്കൽ പ്രൊസീജിയർ ഉണ്ടാകും. എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് ഒരു ആളുകളുടെ ലൈഫിൽ ഒരു ബെറ്റർമെന്റ് വരുത്തുന്നതാണല്ലോ ബിസിനസ് ഐഡിയ. അതായത് എന്താണ് ഓല ചെയ്തത്? ഇവിടെ ടാക്സി ഉണ്ട്, ടാക്സിയിൽ കുറെ 100 രൂപയ്ക്ക് പകരം 300 രൂപ വാങ്ങിക്കുന്ന സമയം ഉണ്ടായിരുന്നു. 300 രൂപ 400 രൂപയ്ക്കാണ് ടാക്സിക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടോന് പറയുക എന്ന്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആൾക്കാർ ഓട്ടോ എടുക്കൂല, ഓട്ടോക്കാർക്ക് പണിയും കിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന അവിടെ അതിന് 100 രൂപ 90 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഓല അല്ലെങ്കിൽ ഊബർ വന്ന് ആ പ്ലാറ്റ്ഫോമിൽ 90 രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിലെ 10 രൂപ മറ്റേ ഈ പ്ലാറ്റ്ഫോം യൂസർ ചാർജ് ആക്കി എത്രയോ പെർസെൻറ്റേജ് പ്ലാറ്റ്ഫോം ചാർജ് ആക്കി ബാക്കി കറക്റ്റായിട്ട് ആ ഓടിക്കുന്ന ആൾക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ ആളുകൾക്കും വിശ്വാസത്തോടുകൂടി എവിടെ പോയാലും ആളുകൾ പറ്റിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് ഊബറും ഓലയൊക്കെ എല്ലാവരും എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ പണിയായി, ഒപ്പം യാത്ര ചെയ്യാൻ വളരെ സൗകര്യമായി. ഇതേപോലെയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നിരിക്കുക. നേരത്തെ പറഞ്ഞ പോലുള്ള ചെറിയ ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങി വലിയ റേഞ്ചിലേക്ക് ലെവലിലേക്ക് വന്ന് ആ പ്രസ്ഥാനവും വലുതായി. ഒപ്പം ആളുകൾക്ക് അവരെ ചലഞ്ചസ് മുഴുവൻ, ബിക്കോസ് ഏതൊരു സാധനം വേണമെങ്കിൽ ഏത് ഇന്റർനാഷണൽ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ക്വിക്കോമേഴ്സും ഇ-കോമേഴ്സും എല്ലാം പാസ്സാവുന്ന ഒരു സമയമായിട്ട് വന്നിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇപ്പോഴും നമ്മൾ കുറെ ചലഞ്ചസ് അനുഭവിക്കുന്നുണ്ട്. ഇതിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ രാവിലെ ന്യൂയോർക്കിൽ പോയിട്ട് വൈകുന്നേരം നമ്മൾ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ലെവലിലേക്ക് എത്താനുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ലക്ഷക്കണക്കിന് ചലഞ്ചസ് ഉണ്ട് ആ ഹ്യൂമൻ എറ ഫേസ് ചെയ്യുന്നത്. അത് ഈസി ആക്കാൻ, ആ രാവിലെ ന്യൂയോർക്കിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ലെവലിലേക്ക് ആക്കാൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ കുലം. അതില് ആര് ആ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് കൂടുതൽ ഉണ്ടാക്കണോ അവരായിരിക്കും വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഈ ലോകത്തിൽ US അമേരിക്കക്കാരനെയും ഇസ്രായേലുകാരനെയൊക്കെ ആളുകൾ ഇത്ര ഭയഭക്തിയോടുകൂടി കാണുന്നത്. ബിക്കോസ് ദേ ആർ ബിൽഡിങ് ദ ടെക്നോളജി. അവർക്ക് അതിന്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അവരെയൊക്കെ ഫോളോ ചെയ്ത് അവിടെയൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലും വല്ല പൈസ ഉണ്ടാക്കിയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട്, അതായത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അതിൽ പോരാ, അതിലേക്ക് നമുക്ക് എന്ത് വേണം? അതിന്റെ ഇൻവെൻഷനിൽ കടത്തണം നമ്മുടെ അടുത്ത തലമുറ കുട്ടികളെ, അതിന്റെ പ്രൊഡക്ടിവിറ്റി കടത്തണം. എന്നിട്ട് ഒരു സാറ്റലൈറ്റ് പോകണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കണം. ഡിസൈൻഡ് ഫ്രം ഹിയർ, ഫ്രം ഇന്ത്യ, ഫ്രം നമ്മുടെ കൺട്രി, നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ ഗ്രാമം. ഡെവലപ്ഡ് ബൈ നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ സ്ഥലത്ത്. മാർക്കറ്റഡ് ബൈ എവിടെ നിന്ന് ചെയ്യണം? ഇവിടുന്ന് ചെയ്യണം ലോകം മുഴുവൻ. അതിലേക്ക് എത്താൻ ഓരോ കുട്ടികളിനെയും ടെക്നോളജിക്കലി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള സിസ്റ്റം കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തു. ഇനി അത് വലിയ ലാർജർ വേയിൽ സ്കെയിൽ ചെയ്യും. ഒപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു B-സ്കൂൾ ഉണ്ട്, ബിസിനസ് സ്കൂൾ. അവിടെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് കുട്ടികൾക്ക് ആർക്കും ഇങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ SOPയിലേക്കും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലേക്കും സ്റ്റാൻഡേർഡ് ടെക്നിക്കൽ പ്രൊസീജിയറിലേക്കും ഡിജിറ്റലിയും അതിനെ ഷേപ്പ് ചെയ്ത് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ ഗുണമുണ്ടാവുക? ഓണ്ടർപ്രണേഴ്സിനും ഇന്റർപ്രണേഴ്സിനും ഗുണമാവും. എന്താണ് ഈ ഓണ്ടർപ്രണർ പറഞ്ഞാൽ ആ ഐഡിയ ഉണ്ടാക്കി ആ ഐഡിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് അതിൽ വെച്ച് ഇന്റർപ്രണേഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ആ ഐഡിയ പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓണ്ടർപ്രണേഴ്സ്. അപ്പോൾ ഇന്റർപ്രണേഴ്സ് ആരാണ്? ഈ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ. ദാറ്റ് ഈസ്, അതായത് വേജസ് സ്ലേവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായിട്ട്. വേജസ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് അല്ലെങ്കിൽ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കുന്ന സിസ്റ്റം, അതിന് ശമ്പളം കൊടുക്കുന്ന സിസ്റ്റം. അത് മാറിയിട്ട് ഇന്റർപ്രണേഴ്സ് പറഞ്ഞാൽ ഞങ്ങളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനും ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്തൊക്കെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും പേ. അത് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ, അപ്പോൾ ദാറ്റ് മീൻസ് ദ വർക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇല്ല, സാലറീഡ് പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറി ഇല്ലാണ്ടാവും. എല്ലാവരും ഇന്റർപ്രണേഴ്സ് ആവും. ദാറ്റ് മീൻസ് ഓണ്ടർപ്രണേഴ്സ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. അപ്പൊ അവർക്കൊക്കെ അവനവന്റെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് പണിയെടുക്കുന്നതിനനുസരിച്ച് റിട്ടേൺസ് കിട്ടാൻ തുടങ്ങും. ക്ലിയർ ആയ സംഗതി? അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ ഓണ്ടർപ്രണേഴ്സും അവരൊരു സ്കില്ലിനനുസരിച്ച് വലിയൊരു റിസ്ക് എടുക്കാൻ ചെയ്യാം. ബിക്കോസ് അതേപോലെ ലയബിലിറ്റി എടുക്കുന്ന സിസ്റ്റം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ലയബിലിറ്റി എടുക്കാൻ ശീലിച്ചിട്ടുള്ള ആളുകളല്ല. ഞങ്ങൾ റിസ്ക് എടുക്കും, ലയബിലിറ്റി എടുക്കില്ല. റിസ്ക് ലയബിലിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. ലയബിലിറ്റി റിസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിന്റെ ഓണർഷിപ്പ് എടുക്കാൻ നമുക്ക് ആ കമ്പനി ലോസിലേക്കോ പോവുക, പ്രോഫിറ്റിലേക്ക് പോകുക, എന്താ പ്രിൻസിപ്പളി നല്ല രീതിയിൽ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടാണ് റിസ്ക്. ലയബിലിറ്റി പറഞ്ഞാലോ, ഇഫ് എനിത്തിങ് ഗോസ് റോങ് ഇത് മുഴുവൻ ഇയാളുടെ തലയിൽ വന്ന് ഇയാളുടെയും കൊണ്ടാണ് പോകും. അങ്ങനത്തെ റിസ്ക് ലയബിലിറ്റി അല്ല എടുക്കാൻ പഠിപ്പിക്കുക, റിസ്ക് എടുക്കാൻ പഠിപ്പിക്കുന്ന മോഡലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സിലിക്കൺ വാലിയും അല്ലെങ്കിൽ ഈ ഇസ്രായേലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ അവിടെയും അത് ചെറിയ രീതിയിലേക്ക് മണ്ണാർക്കണ്ണിൽ തന്നാലായ രീതിയിൽ ആ കൾച്ചറിനെ ഗ്രോഹിച്ചെടുക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഈ ചാനലിൽ കൂടെ ഇതുവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് വരുമാനത്തിനേക്കാളും കൂടുതൽ ചിലവാക്കരുത്, നാശത്തിരിക്കുക, ഡെറ്റ് ഫാക്ടറി ആയിട്ട് മാറരുത്, ഓരോരുത്തരും സമാധാനം കളയരുത്,
കാശില്ലാണ്ട് കടം വാങ്ങി തിന്നിട്ട് ലൈഫ് സ്റ്റൈലിന് വേണ്ടി കടം വാങ്ങിക്കരുത്. ഇങ്ങനത്തെ കുറേ വിഷയത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഒപ്പം വീട് എങ്ങനെ ചെറിയൊരു വരുമാനമുള്ളവർക്കും എങ്ങനെ, ബിക്കോസ് വീട് എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതെങ്ങനെ ബിൽഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കഷൻ. ഇനി നമ്മൾ തീർച്ചയായും ടെക് പാർക്കുകൾ, ഈ നേരത്തെ പറഞ്ഞ ഈ ഡിസ്കവറീസും ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ടെക് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ ഈ വീടുകളിനെ പോലെ ടെക് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡിസ്കഷൻ ഈ ചാനലിൻ്റെ അകത്തുണ്ടാവും. ഒപ്പം നേരത്തെ പറഞ്ഞ ഈ ടെക് ഇൻഫ്രാസ്ട്രക്ചറിൽ മൾട്ടിനാഷണൽ കമ്പനീസും മൈക്രോസോഫ്റ്റും ഗൂഗിളും പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസൊക്കെ നമ്മുടെ രാജ്യത്താണ് ഇവിടെ മാൻ പവർ ഉള്ളത്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് കൂടുതലായിട്ടുള്ളത് കൊണ്ട്, ടെക് പീപ്പിൾസ് കൂടുതലുള്ളത് കൊണ്ട്, ബോഷ് എന്താ പറയുക, ഈ ചിപ്പ് മാനുഫാക്ചറേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിലെത്തും, റോബോട്ട് മാനുഫാക്ചറേഴ്സ് ഒക്കെ, ബിക്കോസ് ഇവിടെ എഞ്ചിനീയേഴ്സ് കൂടുതലുള്ളതല്ലേ. അപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റവും, ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന വേൾഡ് ക്ലാസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഈ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഈ നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും അല്ലെങ്കിൽ ഊബറൊക്കെ പോലെ വേൾഡ് ക്ലാസ് മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഇന്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ മോഡൽസ്, വർക്കിംഗ് മോഡൽസ്. ചെറിയ ചാലഞ്ച്, ആമസോൺ നേരത്തെ പറഞ്ഞൊരു ബുക്ക് കടയും തുടങ്ങിയതല്ലേ ഈ റേഞ്ചിലെത്തിയത്. അപ്പോൾ അതുപോലെ ഉള്ള ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വലിയ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഐഡിയ ഉള്ള കുട്ടികൾക്ക് ഇവിടെ അവരുടെ ഐഡിയ കോളേജിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെവലപ്പ് ചെയ്യാനും, ഒപ്പം ഐഡിയകൾ ഇട്ടുകൊടുത്താൽ അതിൻ്റെ അകത്ത് ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള കുട്ടികൾക്ക് കാണുന്ന ഐഡിയകളൊക്കെ നമ്മൾക്കൊക്കെ എനിക്ക് 40-45 വയസ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു ഇപ്പോൾ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയല്ല ശരിക്കും ബിസിനസ് ആർക്കിടെക്ചർ, ആ ഒരു സ്ഥലത്താണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ബിസിനസ്സിൽ കൂടെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ, കുറേ ആൾക്കാർ കമ്മീഷൻ കൊടുത്തിട്ട് വീട്, ഗൾഫിലുള്ള ആൾക്കാർ ഇവിടെ വീട് കെട്ടാൻ പറ്റില്ല, വീട് കെട്ടാൻ ആരുടെ ഏൽപ്പിക്കുന്ന ആൾക്കാർ അഡ്വാൻസ് വാങ്ങി അല്ല അതിന് അഡ്വാൻസ് കൊടുത്ത് കുറേ കെട്ടിക്കഴിഞ്ഞാൽ അവസാനം ഈ ഓണർ പറയും കാശ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഡെലിവറി കൊടുത്തതിന് ശേഷം പൈസയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ടർക്ക് ഓണറിന് പിന്നാലെ നടക്കേണ്ടി വരും. അങ്ങനത്തെ ഈ 2 ചലഞ്ചസ് ആണ്. അതായത് ഒന്നുകിൽ ഓണർ പേടും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ടർ പേടും. ഇങ്ങനത്തെ ചലഞ്ചസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന സിസ്റ്റമാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ് പോലെ. ഇതുപോലുള്ള പല സിസ്റ്റം. അതേമാതിരി വെൻഡേഴ്സിന് പേയ്മെന്റ് 24 hours കിട്ടണം. ഇപ്പോൾ പേയ്മെന്റുകൾ 1 മാസം, ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുക. പണിയെടുത്ത ആൾക്കാർക്ക് ശനിയാഴ്ച പൈസ കിട്ടില്ല പ്രോപ്പറായിട്ട്, എന്നിട്ട് പൈസയ്ക്ക് വേണ്ടി പിന്നാലെ നടക്കേണ്ടി വരും. ഇങ്ങനത്തെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആയിട്ട് വളരെ പ്രോസ്പെരിറ്റിയോടുകൂടി നടക്കാൻ പറ്റുന്ന മോഡൽസ് ആണ്. അപ്പോൾ അതേപോലെ ഇനി ഈ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് പ്രോബ്ലം, നാട്ടിലെ ചലഞ്ചസ് കണ്ടാലും നമ്മൾക്കത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ട് എന്ന് ബോധ്യമായ അതിൻ്റെ അടിസ്ഥാനം ഇതുപോലത്തെ നിരവധി ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയകൾ ഈ ചാനലിൻ്റെ അകത്താണ്. ഓൾറൈറ്റ്, അപ്പോൾ അതുമായിട്ട് വരാം. ഇതിനോടൊപ്പം ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അടുത്ത ലെവലിൽ നമ്മൾ ഓരോ ആളുകളും പ്രോസ്പെരിറ്റി സാമ്പത്തികമായിട്ട് ഉയരാൻ, അടുത്ത ലെവലിൽ ഉയരാൻ ചിന്തിക്കുന്ന, ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഏത് സമയത്തും പോസിറ്റീവ് ആയിരിക്കുക. എന്ത് വാട്ട്സ് എവർ ദ കണ്ടീഷൻ മേ ബി, നമ്മുടെ അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ, തിങ്ക് ഇൻ എ പോസിറ്റീവ് വേ, കൺസിസ്റ്റന്റ് ആയിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ദ റിസൾട്ട് വിൽ ഹാപ്പൻ. റൈറ്റ്, ക്ലിയർ ആയി. അല്ലാതെ ഒരു വലിയൊരു ബോർഡിൽ ഒരു കറുപ്പ് കുത്തിട്ടുണ്ട്, അവിടെ 99.9% വൈറ്റാണ്, അവിടെ ഒന്നും നോക്കാതെ അതിലിട്ട ഒരു കറുപ്പ് കുത്തിൻ്റെ ഒരു 0.1% മാത്രം ഡിസ്കസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറാതിരിക്കും. ബി ഒപ്റ്റിമിസം ആണ് എന്താവേണ്ടത്. നമുക്കുള്ള നിലവിലുള്ള കണ്ടീഷൻ വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഗോ ഹെഡ്, ദ റിസൾട്ട് വിൽ കം. റൈറ്റ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സ്റ്റേ ട്യൂൺഡ്. താല്പര്യമുള്ള ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റാവുന്ന ആളുകൾക്കൊക്കെ ആ രീതിയിലുള്ള തോട്ട് പ്രോസസ് ഉള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിനെ, അപ്പോൾ ചില ആൾക്കാർ കാശുണ്ടായിട്ട് കാശില്ലാതെ എങ്ങനെ ചെയ്യാൻ നമുക്ക് തിങ്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ഏറെ വഴിയുണ്ടെന്ന്. ബിക്കോസ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഇൻഡസ്ട്രിയെ എങ്ങനെയും ലൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആക്കുക എന്നുള്ളതും ഒക്കെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. തിങ്ക് ചെയ്താൽ, റൈറ്റ് വേയിൽ കൂടെ തിങ്ക് ചെയ്താൽ നല്ല മോഡേൺ അടിപൊളിയായിട്ടുള്ള പ്ലാൻ കിട്ടും. ബിക്കോസ് ഈ നാട്ടിൽ പൈസയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, ഐഡിയ ഉള്ള ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. ഈ പൈസയുള്ള ആൾക്കാർക്ക് അവൻ്റെ പൈസ സേഫായിട്ട് ഐഡിയ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുമെന്ന് ബോധ്യം, ആ പൈസ മുഴുവൻ ഇവിടെ ഇറക്കി തരാൻ റെഡിയാണ്. അപ്പോൾ എന്തായിരിക്കണം, വളരെ ഫെയർ ആയിരിക്കണം, ജെന്യൂൻ ആയിരിക്കണം, സിസ്റ്റമൈസ്ഡ് ആയിരിക്കണം. ആർക്ക് കണ്ടാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള വർക്കിംഗ് മോഡൽസ് നമ്മൾക്ക് ഇനി ഇവിടെ വേണ്ട. എല്ലാ സൊല്യൂഷൻസും, ഈവൻ ശരിക്കും പറഞ്ഞാൽ ഈവൻ ആളുകൾ ആഹാരം സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറും പോലുള്ള സാധനങ്ങളിൽ നിന്ന് മുതൽ ആമസോൺ മുതൽ വാർ ഐറ്റംസ്, അതായത് ഡിഫൻസ് വാറിന് ഉപയോഗിക്കുന്ന മിഷനറി സാധനങ്ങൾ വരെ ഉണ്ടാക്കാനും കൊടുക്കാനും മറ്റുള്ള ആളുകളുടെ ലൈഫിനെ ഈസിയാക്കാനുമുള്ള എന്താ പറയുക ഗൂഗിൾഡ് ഓപ്പർച്യൂണിറ്റികളുള്ള ഈ നാട്ടിൽ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ, ഇഫ് വി തിങ്ക് ഡിഫറently, the result also will be different, prosperous. Thank you.
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് അറൌണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.